ഉഷ്ണബാധിത പ്രദേശങ്ങളിൽ പടരുന്ന വൈറൽ അണുബാധ രോഗമായ ഡെങ്കിപ്പനി പീരുമേട്ടിൽ പടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ 5 പേരാണ് ഡെങ്കു ബാധിതരായി ചികിത്സയ്ക്കെത്തിയത്. പാമ്പനാറിൽ നിന്ന് 1, ഏലപ്പാറ 1, വണ്ടിപ്പെരിയാർ ഭാഗത്ത് നിന്ന് 3 എന്നിങ്ങനെയാണ് രോഗബാധിതരുടെ കണക്കുകൾ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ 5 പേരാണ് ഡെങ്കു ബാധിതരായി ചികിത്സയ്ക്ക് എത്തിയത്. പാമ്പനാറ്റിൽ നിന്നും 1, ഏലപ്പാറയിൽ നിന്നും 1, വണ്ടിപ്പെരിയാർ ഭാഗത്തു നിന്നും 3 എന്നിങ്ങനെയാണ് രോഗബാധിതർ എത്തിയത്. സ്വകാര്യ ആശുപത്രികളിലടക്കം മറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടിയവരുമുണ്ട്. ഈഡിസ് ഇനത്തിൽപ്പെട്ട കൊതുകുകളാണ് രോഗം പടരുന്നതിന് കാരണമാകുന്നത്. വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് ഈ കൊതുകുകൾ പെറ്റുപെരുകുന്നത്. രോഗം ബാധിച്ച ഈഡിസ് പെൺകൊതുകുകൾ കടിക്കുമ്പോൾ മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ഡെങ്കിപ്പനി. പകൽ സമയത്താണ് കൊതുകുകൾ ഏറ്റവും കൂടുതൽ സജീവമാകുന്നത്. വയറുവേദന, മലത്തിൽ രക്തമയം, മൂക്കിൽ നിന്നോ മോണയിൽ നിന്നോ നേരിയ രക്തസ്രാവം, ഛർദി, ക്ഷീണം, അസ്വസ്ഥത, ഉയർന്ന താപനിലയും പനി പോലുള്ള അസ്വസ്ഥതകളുമാണ് രോഗം ബാധിച്ചതിനുള്ള ലക്ഷണങ്ങൾ. ഡെങ്കിപ്പനിക്കുള്ള എലിസയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന സ്ഥിരീകരണ പരിശോധന. നെഞ്ചിന്റെ എക്സ്റേ, USG സ്കാൻ തുടങ്ങിയവയാണ് രോഗം സ്ഥിരീകരിക്കാൻ വേണ്ട പരിശോധനകളും. ഡെങ്കിപ്പനിയുടെ മിക്ക കേസുകളും നേരിയതോ മിതമായതോ ആയ അസുഖങ്ങൾക്ക് കാരണമാകുമെങ്കിലും ഗുരുതരമായ രൂപങ്ങൾക്ക് ജീവൻ ഭീഷണിയാണ്. സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറെ കാണുകയാണ് അഭികാമ്യവും. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.